ഈ മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോർജ് കുര്യനും അങ്ങനെ കേന്ദ്രമന്ത്രിസഭയിലെത്തിയത് അത് കേരളത്തിനൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു. ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള ജോർജ് കുര്യൻ കേരളത്തിന് സുപരിചിതമായിട്ടുള്ള മുഖമാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു ജോർജ് കുര്യൻ. കോട്ടയം കാണക്കാരി നമ്പ്യാർകുളം സ്വദേശിയാണ് ജോർജ് കുര്യൻ. 4.5 പതിറ്റാണ്ട് കാലമായി ബി.ജെ.പിയിൽ സജീവം. നിലവിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി. 1977 അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി ജനതയിലൂടെയാണ് ജോർജ് കുര്യൻ പൊതുരംഗത്തെത്തുന്നത്. 1980 മുതൽ ബി.ജെ.പിക്കൊപ്പമുണ്ട് ജോർജ്. BSc LLB ബിരുദധാരി, ആർട്സിൽ ബിരുദാനന്തര ബിരുദം. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ദേശീയ നിർവാഹക സമിതി അംഗം, സംസ്ഥാന വക്താവ്, യുവമോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, അഖിലേന്ത്യാ സെക്രട്ടറി, ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി, എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി, ഫൈൻ ആർട്സ് സൊസൈറ്റി സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ സ്ഥാനവും ജോർജ് കുര്യനെ തേടിയെത്തി. കോട്ടയം, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ നിന്നായി 3 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടി. 2016 ഉമ്മൻചാണ്ടിക്കെതിരെയാണ് നിയമസഭയിലേക്കുള്ള കന്നി മത്സരം. 15,993 വോട്ടുകളാണ് ജോർജ് കുര്യൻ അന്ന് ബി.ജെ.പിക്കായി പിടിച്ചത്. ബി.ജെ.പിയുടെ ന്യൂനപക്ഷ മുഖം എന്ന നിലയിൽ പാർട്ടിക്കിടയിൽ ശക്തമായ സ്ഥാനമുണ്ടാക്കിയെടുത്തയാളാണ് ജോർജ് കുര്യൻ. ക്രിസ്ത്യൻ ന്യൂനപക്ഷ പ്രതിനിധി എന്ന നിലയിലാണ് മന്ത്രിസഭയിൽ അംഗത്വം ലഭിച്ചത്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവുമായുള്ള ബന്ധം ജോർജിന് തുണയായി. ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തി. റിട്ടയർഡ് മിലിറ്ററി നഴ്സായ അന്നമ്മയാണ് ജോർജിന്റെ ഭാര്യ. ആദർശ്, ആകാശ് എന്നിവരാണ് മക്കൾ. ജോർജ് കുര്യന്റെ കേന്ദ്രമന്ത്രിസ്ഥാനം എന്നത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്ഥാനമുണ്ടാക്കിയെടുക്കാനുള്ള ബി.ജെ.പി. ആഗ്രഹങ്ങൾക്ക് കൂടി കരുത്തേകുന്നതാണ്, ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഐഷത്തുൽ ഷോമനെയാണ് വിശദീകരിച്ചത് ജോർജ് കുര്യന്റെ ഒരു കഴിഞ്ഞ കാല